പകല് മുഴുവൻ പണിയെടുത്ത് വല്ലോന്റെ കാശിനു കള്ളുകൂടിച്ച് തന്നെ ശരിയാകാത്തെ. പകല് മുഴുവൻ പണിയെടുത്ത് വല്ലോന്റെ കാശിനു കള്ളുകൂടിച്ച് ഇതെന്താ ശരിയാകാത്തെ? ശരിയാകത്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ചെറുപ്പത്തിൽ പാട്ട് പഠിക്കണമായിരുന്നു. പാട്ടിന്റെ കാര്യമാണോ ഞാൻ പറഞ്ഞത്? ഇനി എന്നതായി പറഞ്ഞത്? ഈ പൈപ്പ് വെൽഡ് ചെയ്തിട്ട് ശരിയാകുന്നില്ല, അത് പിടിക്കുന്നില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. എന്റെ പൊന്നെ, ഇത് കഴിഞ്ഞ മാസം നമ്മൾ പ്ലംബിംഗ് ചെയ്യാനുള്ള PVC പൈപ്പ് അല്ലേ? എന്റെ ദൈവമേ, അതായിരുന്നോ? PVC പൈപ്പ് വെച്ച് വെൽഡ് ചെയ്യുന്ന ആദ്യത്തെ മണ്ടൻ മുതലാളി ഇതായിരിക്കും കേട്ടോ. രണ്ടാമത്തെ മണ്ടൻ ആരാ? ഞാൻ തന്നെയാണ്. അത് കണ്ടപ്പോഴേ തോന്നി. ഈ മണ്ടൻ ആരാണോ? അയ്യോ, എന്നെ മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. ഞാൻ വത്സന്റെ ആളാ. ഞാൻ ബോണ്ടയുടെ ആളാ. മോളിയുടെ ആളാ. മോളിയോ? അയ്യോടെ മോളി അല്ലടാ, നിനക്ക് ചെവി കേൾക്കുകയല്ലേ? പപ്പട മോളി. ഞാൻ തിന്നുന്ന കാര്യമാണോ പറഞ്ഞേ? നമ്മുടെ താഴത്തെ കവലെ കട നടത്തുന്ന വത്സൻ ചേട്ടനില്ലേ, പുള്ളി പറഞ്ഞിട്ട് പണി പഠിക്കാൻ വേണ്ടി വന്നതാ. ഓ, വെഡിങ് കോഴ്സ്. എടാ മണ്ട, വെഡിങ് കോഴ്സ് അല്ലടാ, വെൽഡിങ്. ഇത് രണ്ടും ഒന്ന് തന്നെയാന്ന്. രണ്ടും കൂട്ടി യോജിപ്പിക്കുന്നതാ. ചിലപ്പം കൂട്ടി യോജിച്ചിരിക്കും, അല്ലെ വിട്ടുപോകും. എന്നാ വെണ്ടയ്ക്കാണേലും വേണ്ടില്ല, എന്നെ പണി പഠിപ്പിക്കണം. പണി പഠിപ്പിക്കാമല്ലോ. നിന്റെ പേരെന്നാടാ? എന്റെ പേര് കണ്ണൻ. നല്ല പേരാ കേട്ടോ. അത് സംഭവം എന്നാന്നറിയാമോ? കുഞ്ഞുനാളിൽ എന്റെ കണ്ണൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ എന്റെ അമ്മയിട്ട പേരാ കണ്ണൻ. എന്താടാ നിന്റെ കാല് നോക്കി പേരിടാഞ്ഞത്? ഭാഗ്യം. നീ തുപ്പരുത്. ഈ തുപ്പ ഞാൻ എന്നാ ഡ്രാഗൺ കുഞ്ഞാണോ? അതാണോ ഞാൻ പറഞ്ഞത്? എടാ, ഇവിടെ തുപ്പരുതെന്നാ പറഞ്ഞത്. അങ്ങനെയാണോ മുതലാളി പറഞ്ഞത്? നിങ്ങൾക്കറിയാവോ, 10-15 വർഷം ഈ നാട്ടിൽ ഒന്നുമില്ലാതെ ജീവിച്ചവനാ ഞാൻ. എന്റെ മുതലാളി ഒരു തോർത്തെങ്കിലും എടുത്ത് കൊടുക്കാൻ മേലായിരുന്നോ? അയ്യോ, അതല്ലടാ ഞാൻ പറഞ്ഞത്. എടാ, ഒന്നുമില്ലാത്തടത്ത് നിന്ന് ജീവിച്ചുണ്ടാക്കി എടുത്തോണ്ട് വന്ന ഈ പ്രസ്ഥാനം ഇനി എനിക്ക് നാട്ടുകാരുടെ മുമ്പിൽ ജീവിച്ച് കാണിക്കണം. ഉയ്യോ, ഇതിപ്പോ ഞങ്ങളെ കാണിച്ചോണ്ട് ജീവിക്കുമല്ലേ? എന്താ കണ്ടാ? ഞാനിത് മുഴുവൻ കണ്ടതാ, ഒത്തിരി കണ്ടിട്ടുള്ളതാ. ഇതെന്നാടാ ഒരു കൂലയും വേലയില്ലാത്ത നിനക്ക് ഇത്രയും നല്ല ഫോൺ? ഇതെന്റെ ഫോണല്ല, ഇതെന്റെ അപ്പന് ഓട്ട മത്സരത്തിന് സമ്മാനം കിട്ടിയ ഫോണാ. ആണോ? അത് ശരി. നിന്റെ അപ്പം നല്ലതായിട്ട് ഓടുവോ? പിന്നെ നല്ലതായിട്ട് കടന്നു ഓടും. ഒത്തിരി പേരുണ്ടാവോ ഈ മത്സരത്തില്? ഓ ഇല്ല, എന്റെ അപ്പനും 2 പോലീസുകാരും പിന്നെ ഈ ഫോണിന്റെ എന്റെ പൊന്നെ, മോഷണമായിരുന്നു. അവനൊന്നും പറയരുത്. ഒന്നാം ഞങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റില്ല, എനിക്ക് ഭയങ്കര പേടിയാ. എന്നാ പേടിയാണോ കൊച്ചാ നിനക്ക്? പേടിയില്ലാത്ത ഒരു മനുഷ്യന് കഴിഞ്ഞ 1 മാസം മുമ്പുണ്ടല്ലോ, ഫോണെ തോണ്ടി കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അറിയാതെ ഫയർഫോഴ്സിന് കോള് പോയി. അവര് വന്ന കേസാവുമെന്ന് ഓർത്തുണ്ടല്ലോ, സ്വന്തം വീടിന് തീ കത്തിച്ചേച്ച് നോക്കിയിരുന്ന മനുഷ്യനായിരുന്നു. മുതലാളി വയറ് കത്തുന്നു. എങ്ങനെ കത്താതിരിക്കും? ഇങ്ങനെ ഇത് മൊത്തം വയറ് ചെയ്തിരിക്കുന്നത്. വയറിങ് കത്തുന്നുണ്ടെന്നാണോ പറഞ്ഞത്? പിന്നെ എന്റെ വയറ് കത്തുന്നുണ്ടെന്നാ പറഞ്ഞേ. കൊച്ചേ, നിനക്ക് ഈ പണിയെ കുറിച്ച് എന്തെങ്കിലും അറിയാവോ? ആ ബെസ്റ്റ്, ഈ പണിയെ കുറിച്ച് അറിയുമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് കയറി വരുവോ? ഇവർ ഇവിടെ വരുമായിരുന്നോ? എടാ, ഈ പണി മുഴുവൻ കണക്കാണ്. അല്ലേലും ഈ മുതലാളിയുടെ പണി കണക്കാ. അയ്യോ, നീ വീണ്ടും നിന്നെ നാക്കിയാൻ വേണ്ടി അളക്കാൻ അറിയാവോ? എനിക്ക് അലക്കുന്ന ഒരു പരിചയമില്ല. എന്റെ ഭാര്യ നന്നായിട്ട് കിടന്ന് അലക്കും. അയ്യോ, നിന്റെ ഭാര്യ നിന്നെ വാരിയിട്ട് അലക്കുന്ന കാര്യമല്ല ഞാൻ ചോദിച്ചത്. അളവറിയാവോ? എനിക്ക് അളവൊന്നും അറിയത്തില്ല. എന്നാ ഞാൻ നിന്നെ കുറച്ച് അളവ് പഠിപ്പിക്കാം. ഇതാണ് ടേപ്പ്. ഇതിൽ 5 അടി വരെ കാണാൻ പറ്റും. അയ്യോ ചേട്ടാ, അപ്പൊ കഴിഞ്ഞ ദിവസം ഞാനും ഭാര്യയും തമ്മിൽ ഉണ്ടാക്കി അടി എന്റെ കാണാൻ പറ്റുമോ? ഇവൻ എന്നാ മണ്ടനാ? അയ്യോ, അങ്ങനെയൊന്നും പറയില്ല. ഞാൻ അത്രക്ക് ചെറിയ മണ്ടനല്ല. അതെ 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 അതെ. എടാ കൊച്ചേ, നീ 10-15 ഒരു പൈപ്പ് കട്ട് ചെയ്തേ. ഞാനോ? എന്താ മുതലാളി, ഇവനിപ്പൊ ഇഞ്ഞ് വന്നതല്ലേ ഉള്ളൂ. ഇവർ ഈ വലിയ പണിയൊന്നും കൊടുക്കരുത്, ഒരു ചെറിയ പണി കൊടുക്കും. അത് മതി. രാഗാൻ അറിയാവോ? എനിക്കറിയാം. അന്നാടെ 2 കത്തി ഇരിക്കുന്നു, രാഗി കാണിച്ചു. അത് ഇപ്പൊ കാണിച്ചു തരാം. നിങ്ങളുടെ 2 കൂടുമ്പം നീ എന്താണ് ഈ പറയുന്നേ? മുതലാളിയല്ലേ പറഞ്ഞ കത്തി എടുത്തിട്ട് പ്രാകാൻ? പ്രാകാനല്ല പറഞ്ഞേ, കത്തി രാഗി മൂർച്ച ഉണ്ടാക്കാനല്ലടാ ഞാൻ പറഞ്ഞത്. എന്നാ പിന്നെ അത് പറയണ്ടേ? എനിക്കത് അറിയാമോ? ഇത് പൊങ്ങുന്നില്ല. എടാ, ഈ പണിയൊക്കെ ചെയ്യണം, നല്ല ആരോഗ്യം വേണം. അതിന് നീ എന്നാ ചെയ്യണമെന്നറിയോ? മുട്ടയും പാലും കഴിക്കണം, എങ്കിലേ ശക്തി ഉണ്ടാവും. പിന്നെ ചുമ്മാ പറയുന്ന അല്ലടാ, ഉണ്ടാകൂടാവേ. ചുമ്മാ പറയുന്ന ശക്തി ഉണ്ടാകുമെന്ന് നിങ്ങൾക്കറിയാവോ? 5-6 വർഷം തീരായിട്ട് പാലും മുട്ടയൊക്കെ കഴിച്ചോണ്ടിരുന്നവനെ ഞാൻ. എന്നിട്ട് രാവിലെ എന്നിട്ട് ഞങ്ങളുടെ അവിടെ ഒരു മതിലുണ്ട്. ആ മതിലെ പോയിട്ട് ശക്തി നോക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ അങ്ങോട്ട് തള്ളി. ഞാനാണോ തള്ളിയത്, നിങ്ങളാണോ? നിർത്തി.